ചാലക്കുടി അന്നനാട്ടിൽ വ്യാപക മോഷണം. ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളും സമീപത്തു നിന്നും ഇരുചക്ര വാഹനങ്ങളും അപഹരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണം വിജയിച്ചുവെന്നും ജനീഷ്. മറ്റത്തൂരും ചൊവ്വന്നൂരുമുണ്ടായ സംഭവ വികാസങ്ങളിൽ വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി അന്നനാട്ടിൽ വ്യാപക മോഷണം. ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളും സമീപത്തു നിന്നും ഇരുചക്ര വാഹനങ്ങളും അപഹരിച്ചു. CCTV പരിശോധനയിൽ മോഷ്ടാക്കൾ ഇരുചക്ര വാഹനത്തിൽ വരുന്നതും 4 മോഷ്ടാക്കൾ മതിൽ ചാടിക്കടന്നു വരുന്നതും മറ്റും പതിഞ്ഞിട്ടുണ്ട്. അന്നനാട് വേലുപ്പിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെയും അന്നനാട് കുടുങ്ങാപ്പുഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെയും ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. അന്നനാട് ജംഗ്ഷനിലും കനാലിന് സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരവും വേലുപ്പിള്ളി ക്ഷേത്രത്തിന്റെ റോഡ് സൈഡിൽ ഉള്ള ഭണ്ഡാരവും ഭഗവതി നവഗ്രഹ ക്ഷേത്രങ്ങളുടെ മുൻപിൽ സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിലെ പണമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. തിങ്കളാഴ്ച പുലർച്ചെ 2:30യോടെയാണ് മോഷണം. ക്ഷേത്ര മാനേജർ വെളുപ്പിന് 5:30 ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര ഭരണസമിതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ CCTV പരിശോധനയിൽ മോഷ്ടാക്കൾ ഇരുചക്ര വാഹനത്തിൽ വരുന്നതും 4 മോഷ്ടാക്കൾ മതിൽ ചാടിക്കടന്നു വരുന്നതും മറ്റും പതിഞ്ഞിട്ടുണ്ട്. ഉടനെ കൊരട്ടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഭണ്ഡാരങ്ങളിൽ ഏകദേശം 1 മാസത്തെ കാണിക്ക ഉണ്ടായിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ്. ഉദയപൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണം വിജയിച്ചുവെന്നും ജനീഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യത്തെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഉദയ്പൂർ സമ്മേളനത്തിൻ്റെ തീരുമാനം അത് രാജ്യത്ത് കോൺഗ്രസ് കേരളത്തിൽ തന്നെ വളരെ സീരിയസ് ആയി നടപ്പാക്കുമെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഉദയ്പൂർ സമ്മേളനത്തിലാണ് യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും വളരെ പ്രാധാന്യത്തോടു കൂടി മറ്റ് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി നേതൃസ്ഥാനങ്ങളിലും അവസരം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നത്. അപ്പോൾ അതിനെ പാർട്ടി കേരളത്തിനകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതുമാണ്. ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളെ കൊണ്ടു നടന്ന പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു. മറ്റത്തൂരും ചൊവ്വന്നൂരുമുണ്ടായ സംഭവ വികാസങ്ങളിൽ വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. BJP SDPI കക്ഷികളുമായി ബന്ധമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുതാണ്. സംഘടനാ തലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ DCC നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയമായി UDFന്റെ തിരിച്ചുവരവിന് കാഹളമൂതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തിളക്കം വാങ്ങുന്ന സംഭവ വികാസങ്ങളാണ് മറ്റത്തൂരും ചൊവ്വന്നൂരും ഉണ്ടായത്. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞ മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചാണ് കോൺഗ്രസിനെ മുറിവേൽപ്പിച്ചത്. ലാലിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർചലനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പഞ്ചായത്ത് അധ്യക്ഷയുടെ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും കോൺഗ്രസിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ BJP പിന്തുണയോടെ നടത്തിയ നീക്കം DCC നേതൃത്വത്തെ ഞെട്ടിച്ചു. DCC ജനറൽ സെക്രട്ടറിയുടെയും മണ്ഡലം പ്രസിഡന്റിൻ്റെയും പിന്തുണയോടെയുള്ള BJP ബാന്ധവം അണികളോട് വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർക്കും. സംഘടനാതലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ DCC നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. പാറളത്ത് UDF അംഗത്തിൻ്റെ വോട്ട് അസാധുവായതോടെയാണ് BJPക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത്. ചൊവ്വന്നൂരിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റായ AM നിതീഷ് പാർട്ടി തീരുമാനമനുസരിച്ച് രാജിവെക്കാൻ തയ്യാറായില്ല. 25 വർഷത്തെ LDF കുത്തക അവസാനിപ്പിച്ച് ലഭിച്ച ഭരണം വിട്ടുകൊടുക്കാൻ ചൊവ്വന്നൂരിലെ പ്രാദേശിക നേതൃത്വവും ഒരുക്കമല്ല. ഇവിടെയും സംഘടനാതലത്തിൽ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് DCC നേതൃത്വത്തിൻ്റെ ശ്രമം. പാർട്ടി തീരുമാനം ലംഘിച്ച
പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കപ്പെടണം. എന്തായാലും ജില്ലയിലെ സംഭവവികാസങ്ങളിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കടുത്ത അതൃപ്തിയിലാണ്. DCCയിൽ നിന്നും KPCC നേതൃത്വം വിശദീകരണം തേടുമെന്നാണ് സൂചന. മീഡിയ ടൈം, തൃശൂർ. റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് KSRTC ബസ്സിന് കുറുകെ കാർ നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും താക്കോൽ ഊരിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഡിസംബർ 26 രാത്രി 11:45 ചാലക്കുടി സൗത്ത് ഫ്ലൈ ഓവറിന് സമീപം സർവീസ് റോഡിലായിരുന്നു സംഭവം. സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ചു വന്ന ഇടുക്കി തൊടുപുഴ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ ഷുക്കൂറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് ബസ് സൈഡ് കൊടുത്തില്ലെന്ന വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബസ്സിന് കുറുകെ കാർ വട്ടം വെച്ച് തടഞ്ഞ പ്രതികൾ ഡ്രൈവർ അബ്ദുൾ ഷുക്കൂറിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ബസിന്റെ താക്കോൽ ബലമായി ഊരിക്കൊണ്ടുപോയി. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബസിന്റെ ട്രിപ്പ് മുടക്കിയതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചാലക്കുടി DYSP VK രാജു, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്, ലാലു, ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജിജോ പടിക്കല എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 2026 ജനുവരി 4 മുതൽ 11 വരെ നടക്കുന്ന ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്ന് കഴിമ്പ്രം സ്വദേശി TN സിജിലിനെ തെരഞ്ഞെടുത്തു. നിരവധി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ വിസിൽ മുഴക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേശീയ റഫറി കൂടിയായ TN സിജിൽ. കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്നും വോളിബോൾ കളിച്ചു തുടങ്ങിയ സിജിൽ സംസ്ഥാന ജൂനിയർ ടീമിലും സ്കൂൾ ടീമിലും വോളിബോൾ താരമായിരുന്നു. കായിക അധ്യാപക പഠന സമയത്താണ് വോളിബോൾ റഫറിയുടെ വേഷമണിയാൻ തുടങ്ങിയത്. 2010 അഖിലേന്ത്യാ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടിയതിനു ശേഷം നിരവധി അഖിലേന്ത്യാ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. 2ാം തവണയാണ് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. സ്കൂളിൽ HSS ചന്ദ്രാപിന്നിയിലെ കായികാധ്യാപകനാണ്. സ്കൂളിൽ ഒരു നല്ല വോളിബോൾ ടീം ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ കോച്ചിങ്ങിലും ഭയങ്കര താല്പര്യമാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ. അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസ പഠന സമയത്താണ് ഒഫീഷ്യേറ്റിങ്ങിൽ താല്പര്യം ലഭിച്ചത്. ഒഫീഷ്യേറ്റിംഗ് വളരെയധികം താല്പര്യമുണ്ട് ചെയ്യാൻ. 2010 അഖിലേന്ത്യാ വോളിബോൾ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. അതിനെ തുടർന്ന് നിരവധി അഖിലേന്ത്യാ വോളിബോൾ മത്സരങ്ങൾ വിസിൽ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നെ സഹായിക്കുന്നത് തൃശ്ശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും സംസ്ഥാന വോളിബോൾ അസോസിയേഷനും വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമാണ്. ഒരുപാട് സഹായങ്ങൾ അവർ നൽകി വരുന്നുണ്ട്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ ഇദ്ദേഹം കേരള സ്കൂൾ ടീമിന്റെ പരിശീലകനായും 5 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. മുൻ വനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന MB നിഷയാണ് ഭാര്യ. മകൾ TS കൃഷ്ണനന്ദ ജില്ലാ സ്കൂൾ ടീമിലും സബ് ജൂനിയർ ടീമിലും ഇപ്പോൾ കളിക്കുന്നുണ്ട്. മീഡിയ ടൈം, കയ്പമംഗലം. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുതിയ ഹൈവേ റോഡിന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, കോട്ടപ്പുറം ഭാഗത്തേക്കുള്ള റോഡ് ടാറിംഗ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി LDF കോട്ടപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം ടോൾ പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS കൈസ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. 2 കമ്പനികളാണ് ഇവിടുത്തെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓറിയന്റൽ കമ്പനിയും ഒന്ന് ശിവാലയ കമ്പനിയും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് കോട്ടപ്പുറം മുസ്ലിംസ് പൈതൃക പദ്ധതി, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ചർച്ചാണ് കോട്ടപ്പുറം ചർച്ച്. അതുപോലെ തന്നെ അവിടുത്തെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം സെൻറ് ആൻഡ്രൂസ് സ്കൂള്, അതുപോലെ തന്നെ അവിടെ വിന്നേഴ്സ് ടൂറിസം സെൻറ്റർ, അതിന് കോട്ടപ്പുറം മാർക്കറ്റ്, കേരളത്തിലെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ്. നിരവധിയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ കോട്ടപ്പുറം ടോളിൻ്റെ പ്രദേശം.
അവിടെ കൃത്യമായി പണി ചെയ്ത ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാതെ ആ റോഡ് പൊളിച്ചിട്ടുകൊണ്ട് തൊട്ടപ്പുറം നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ഷൈബി ജോസഫ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ്, റസാഖ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ്, ഈ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ്, ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം. പക്ഷേ കമ്പനിക്കാർ തയ്യാറാവുന്നില്ല. കോട്ടപ്പുറം വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം OC ജോസഫ്, CS റസാഖ്, PA ഷബീർ എന്നിവർ സംസാരിച്ചു. അതിരപ്പിള്ളി വെട്ടിക്കുഴി ഭാഗത്ത് ആനമല കൂട്ടുകൃഷി സ്വയം സഹായ സംഘത്തിന്റെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്തെത്തി കാട്ടാനക്കൂട്ടം രാത്രിയിൽ കൃഷിസ്ഥലത്തെത്തി തെങ്ങ്, കവുങ്ങ്, റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. 160ഓളം ഏക്കർ ഭൂമിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കാട്ടാനകളുടെ ശല്യം മൂലം പ്രദേശവാസികൾക്കും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ വാഴ പറിച്ച് കൊണ്ടുപോയി റോട്ടിലിട്ട് തിന്നുകൊണ്ട് പിന്നെ എൻ്റെ ആങ്ങളയുടെ പറമ്പിലേക്ക് അങ്ങോട്ട് കടക്കാണ്. ഇവിടെ തൊട്ട് തന്നെയാണ്. അങ്ങോട്ട് കടന്ന വഴി ഞങ്ങൾ ടോർച്ച് അടിച്ച് ഒച്ചയെടുത്തപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ആ പോക്ക് എല്ലായിടത്തും ഇത് തന്നെയാണ്. 1 ആന, 2 ആന, 5 ആന വെച്ചൊക്കെ കൂട്ടമായിട്ടും പിന്നെ ഒരു ഒറ്റാൻ വരും. പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ അപ്പുറത്ത് പണ്ടാരമ്പാറ ഒരു പെണ്ണിൻ്റെ വീട് പോയാൻ. അവളുടെ ആങ്ങളയുടെ സ്ഥലം തന്നെയാണ്. അത് ആന കുത്തി മറച്ചിട്ട് ആ തെങ്ങിൻ്റെ അലച്ചിൽ കേട്ടപ്പോഴാണ് ഇവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. വിരുന്നുകാരൊക്കെ ഒന്നുണ്ടായി. അപ്പോൾ ഇവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. ഒരിത്തിരി സ്ഥലം വ്യത്യാസമുള്ളവരുടെ പേരാണ്. മാള അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബിന്ദേച്ചിയെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വേദിയിരിക്കുന്ന എല്ലാവരും ഞാൻ നേരത്തെ അറിയും. കാരണം ഞാൻ നേരത്തെ മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് വയോജന ക്ലബ്ബായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് അറിയും. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മാതാപിതാക്കളുടെ കാര്യം ഇപ്പോൾ അജയകുമാറായിട്ടാണ് പറയും. എന്ത് കിട്ടും, എന്ത് ലഭിക്കും എന്നുള്ളതല്ല നമുക്കിവിടെ പ്രസക്തി. നമുക്കുള്ള പ്രസക്തി എന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഒത്തൊരുമിച്ച് നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങളിൽ നിന്നും കുറച്ച് ഒഴിഞ്ഞു നിന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് കാര്യങ്ങൾ എല്ലാവരും ഒരു ലെവലാക്കിയൊക്കെ പോകുന്ന ഒരു വേദിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാര്യം മനസ്സങ്ങട് വിഷമതയിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വയോജന ക്ലബ്ബുകൾ. ക്ലബ്ബ് പ്രസിഡന്റ് A. അന്തോണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, വാർഡ് മെമ്പർ ഷെർലി ജോയ്, KK അജയകുമാർ, ബിന്ദു ബാബു, അരവിന്ദാക്ഷൻ, തോമസ് കാച്ചപ്പള്ളി എന്നിവർ സംസാരിച്ചു. കഥാകൃത്തുക്കളുടെ കൂട്ടായ്മയായ ഒരു കഥ പറയാം ഗ്രൂപ്പിന്റെ സമാഗമം അതിലകത്ത് നടന്നു. കഥാകൃത്ത് P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി, എഴുത്തുകാരി അജിത്രി, ഗ്രന്ഥകാരൻ രാകേഷ് നാഥ്, സുനിൽ P. മതിലകം, ഉണ്ണി അഷ്ടമിച്ചിറ എന്നിവർ സംസാരിച്ചു. ഒരു കഥ പറയാം സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് P. സുരേന്ദ്രൻ സമർപ്പിച്ചു. മിനിക്കഥ മത്സര വിജയികളായ ആദർശ് P. സതീഷ്, ചന്ദിരൂർ താഹ, നിജി പൈങ്കി, സിദ്ദിഖ് അമ്പലപ്പുഴ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ PBMGHSൽ SPC ക്രിസ്തുമസ് ക്യാമ്പ് ആരംഭിച്ചു. പോലീസ് കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PK സുനിൽകുമാർ, സുമിത നിസാഫ്, SMC ചെയർമാൻ KS കൈസബ്, SPC PTA പ്രസിഡന്റ് TM ജമാൽ, ഉണ്ണി പണിക്കശ്ശേരി, ബേബി, സജന, CPO ജിബി എന്നിവർ സംസാരിച്ചു. ഇടവനക്കാട് സുനാമി പാലത്തിനു സമീപം അപകടത്തിൽപ്പെട്ട ആളുടെ മൃതദേഹം പറവൂർ സ്കൂബ സംഘം പുറത്തെടുത്തു. ഇടവനക്കാട് തൈപ്പറമ്പിൽ ജോസിന്റെ മകൻ 55 വയസ്സുള്ള ആംബ്രോസ് ആണ് മരിച്ചത്. അപസ്മാരമുണ്ടായതിനെ തുടർന്നാണ് പുഴയിലേക്ക് വീണതെന്നാണ് നിഗമനം. നോർത്ത് പറവൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ബേബി ജോൺ, ശ്രീജിത്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നന്ദിക്കരയിൽ KSRTC ബസ്സും 2 ലോറികളും ഒരു ബൈക്കും അപകടത്തിൽപ്പെട്ടു. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ഇയാളെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. അശ്രദ്ധമായി ട്രാക്ക് മാറിയ KSRTC ബസ് ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തെ ട്രാക്കിലേക്ക് കയറി അതുവഴി വന്നിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ടോറസ് ലോറിയിൽ ഇടിച്ചാണ് ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെടുന്നത്. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. മറ്റൊരു വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്.
ആലാപ്പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹൽ കമ്മിറ്റി നടപ്പാക്കുന്ന ഭവനരഹിതരില്ലാത്ത മഹൽ എന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 6ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ചെയർമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ അസീസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാംകുളത്ത് അധ്യക്ഷത വഹിച്ചു. മഹൽ ചീഫ് ഇമാം മുഹമ്മദ് മിത് ലാജ് ജലാലി, അഷ്റഫ് ടി.കെ, ഹമീദ് ഹാജി വൈപ്പിപ്പാടത്ത്, മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, അബുദാബി, ദുബായ്, ഖത്തർ, മറ്റു ജിസിസിയിലെ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി അന്നനാട്ടിൽ വ്യാപക മോഷണം. ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളും സമീപത്തു നിന്നും ഇരുചക്ര വാഹനങ്ങളും അപഹരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണം വിജയിച്ചുവെന്നും ജനീഷ്. മറ്റത്തൂരും ചൊവ്വന്നൂരുമുണ്ടായ സംഭവ വികാസങ്ങളിൽ വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.